RSS നേതാക്കളെ കണ്ടതിനൊപ്പം തൃശൂർ പൂരം കലക്കിയതിലും ആരോപണങ്ങൾ നേരിട്ട ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ. ജെയ്സൺ ചാമവളപ്പിൽ കൂടി നമ്മോടൊപ്പം ചേരുന്നു തൃശൂരിൽ നിന്ന്. ജെയ്സൺ, ഭരണപക്ഷ MLA ആയ PV അൻവർ ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഫോൺ ചോർത്തൽ, തൃശൂർ പൂരം കലക്കൽ എന്ന് തുടങ്ങി പലവിധ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലൊന്നും തന്നെ ഒരു FIR ഇടുകയോ അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുകയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇപ്പോൾ സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത് എന്നാണ് സർക്കാരിന്റെ വാദവും. പ്രതിപക്ഷം ഏതായാലും ഇതിൽ വിമർശനങ്ങൾ ഉയർത്തുമെന്ന് ഉറപ്പാണ്. CPIക്ക് ഉൾപ്പെടെ ഇതിൽ എതിർപ്പുമുണ്ട്. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിനെതിരെ ഉയർന്നതും ഗുരുതര ആരോപണങ്ങൾ തന്നെയല്ലേ? വിനീത, വരുന്ന 6 മാസത്തിനുള്ളിൽ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റിനു പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി 6 മാസത്തിനുള്ളിൽ ഒരു അന്വേഷണ റിപ്പോർട്ടും വരാൻ പോകുന്നില്ല, ഒരു FIRഉം ഇടാൻ പോകുന്നില്ല. ഈ പോലീസ് മേഖലയിൽ, പോലീസ് സംവിധാനത്തിൽ സർവാധിപതിയായി അദ്ദേഹം തുടരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ചത് ADGP ക്രമസമാധാന ചുമതല അന്നുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ തന്നെയായിരുന്നു. അന്ന് അദ്ദേഹം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞത് തിരുവമ്പാടി ദേവസ്വത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ തലവനായ DGP തന്നെ സമർപ്പിച്ച റിപ്പോർട്ടിൽ അദ്ദേഹത്തെ കുറ്റക്കാരനായ ADGP MR അജിത് കുമാറിനെ കുറ്റക്കാരനാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. പക്ഷേ ആ റിപ്പോർട്ടുകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് അദ്ദേഹം വീണ്ടും DGP സ്ഥാനത്തേക്ക് വരുന്നു എന്നത് ഈ മേഖലയിൽ, ഈ സംവിധാനത്തിൽ അദ്ദേഹത്തിനുള്ള കരുത്തും അദ്ദേഹത്തിനുള്ള സ്വാധീനം തന്നെയാണ് വ്യക്തമാക്കുന്നത്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അന്ന് തൃശ്ശൂർ പൂരത്തെ ഈ വിഷയങ്ങളെല്ലാം നടക്കുമ്പോൾ അദ്ദേഹം തൃശ്ശൂരിലുണ്ടായിരുന്നു. അദ്ദേഹം ഇതിനെല്ലാം മൂകസാക്ഷിയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ സംബന്ധിച്ച വളരെ വ്യക്തമായ റിപ്പോർട്ടാണ് DGP നൽകിയത്. അന്നത്തെ കമ്മീഷണറായിരുന്ന അങ്കിത് അശോക് പല ഘട്ടങ്ങളിലായി തൃശ്ശൂർ പൂരത്തിന് വിവിധ ഘട്ടങ്ങളിൽ ഇടപെട്ട് അലങ്കോലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴും അന്ന് തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന ADGP അജിത് കുമാർ ഒരു ഇല അനക്കാൻ, ഒരു വിരൽ അനക്കാൻ പോലും തയ്യാറായില്ല എന്നതാണ് DGP തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അത്രയേറെ ഒരു പോലീസ് സംവിധാനത്തിന് ഏറ്റവും തലപ്പത്തുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരം ഒരു റിപ്പോർട്ട്, രേഖാമൂലം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് പോലും ADGP ആയിരുന്ന MR അജിത് കുമാറിന് യാതൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം DGP സ്ഥാനത്തേക്ക് കയറി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPIയുടെ എതിർപ്പുകളൊന്നും കാര്യമായി പരിഗണിക്കപ്പെടുന്നില്ല എന്നത് വേറെ കാര്യം. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ADGP സ്ഥാനത്തുനിന്ന് മാറ്റുന്ന, അതായത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി നിരവധി സമ്മർദ്ദങ്ങൾ CPI നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം താൽക്കാലികമായ ഒരു ഇടപെടലിലൂടെ മാറ്റുകയും പിന്നീട് അതിനേക്കാൾ ശക്തനായി തിരിച്ചു വന്ന ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെത്. നേരത്തെ വിജിലൻസിൻ്റെ ചുമതലയിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണം വന്ന് അദ്ദേഹത്തെ മാറ്റി, പിന്നീട് അതിനേക്കാൾ ശക്തനായി അദ്ദേഹം ADGP ക്രമസമാധാന ചുമതലയിൽ അദ്ദേഹം തിരിച്ചു വന്നു. ഇതിൻ്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ADGP ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി, പക്ഷേ അദ്ദേഹം DGP ആയി തിരിച്ചു വന്നിരിക്കുന്നു. ഇനി DGP ആവാൻ പോകുന്ന, ഇപ്പോൾ നിലവിൽ ADGP ആയ അജിത് കുമാർ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളിൽ ഏതെല്ലാം സ്ഥാനങ്ങളിൽ വരുമെന്ന കാര്യം നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല. അത്രയേറെ സ്വാധീനമുള്ള വ്യക്തിയാണെന്ന് അദ്ദേഹം ഓരോ ദിനവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി ജെയ്സൺ.